എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് മാരുതി സുസുക്കിയുടെ ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള ഫ്രോങ്സ് എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതിൻ്റെ AGS വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. Seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയേണ്ട വണ്ടിയുടെ റോഡ് പ്രസൻസിനെ പറ്റിയാണ്. സബ് 4 മീറ്ററിനുള്ളിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കുള്ള ലുക്ക് മറ്റൊരു വണ്ടിക്കുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം 4 മീറ്ററിനുള്ളിൽ വരുന്നൊരു വണ്ടിയാണ് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല. കാരണം ഭയങ്കര ലാർജർ ആയിട്ടുള്ളൊരു കാറ് കാണുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും. ഈവൻ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ലുക്ക് ആയിക്കോട്ടെ, ഈവൻ സൈഡ് പോർഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിയർ പോർഷൻ ആയിക്കോട്ടെ, എവിടെ നിന്ന് നോക്കിയാലും ഈ വണ്ടി ഭയങ്കരമായിട്ട് റോഡിൽ നല്ലതായിട്ട് പ്രസൻ്റ് ആയിട്ട് കാണും. അതേപോലെ തന്നെ ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു കാറാണ്. ഏതൊരു ആംഗിളിൽ വെച്ചിട്ട് നമ്മൾ ഏതൊരു ഫോട്ടോ എടുത്താലും ഈ വണ്ടി ഭയങ്കര ലുക്കായിട്ട് നമുക്ക് ഫീൽ ആവും. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 1.2 ആണ്, AGS വേരിയൻ്റ് ആണ്. സോ ഇത് വരുമ്പോഴത്തേക്കും ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നൊരു വേരിയൻറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്രോം ആക്സന്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോയും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതി സുസുക്കിയുടെ DNA ആയിട്ടുള്ള നെക്സ വേവ് ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഇപ്പം നെക്സയിലേക്ക് വന്നിട്ട് നമ്മളിവിടെ SUVs ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ, ഫ്രോങ്സ് ആയിക്കോട്ടെ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെക്സ വേവ് ഗ്രില്ല് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു DNA പാറ്റേൺ മാരുതി സുസുക്കി ഫ്രോങ്സിലേക്കും കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 3 ലൈൻഡ് ആയിട്ടുള്ള ബമ്പർ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് താഴ്ഭാഗത്തായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം കോട്ടഡ് ആയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ക്രോം ഫിനിഷിനോട് ചേർന്ന് തന്നിട്ടുള്ള 3 ഡോട്ടഡ് ആയിട്ടുള്ള ഒരു LED DRLs ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു LED DRL ഇവർ പറയുന്നത് ഐസ് ക്യൂബ് LED DRL എന്നാണ് പറയുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഐസ് ക്യൂബ്സിൻ്റെ പാറ്റേണിലാണ് ഈ ഒരു DRLs കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നത്. സോ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ താഴ്ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. സോ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് 3 പോയിൻ്റർ ആയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെട്ടമാണ് ഈ ഒരു സാധനത്തിനകത്ത് നിന്ന് വരുന്നത്. സോ നമുക്ക് റോഡിലുള്ള എന്തൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു ഹെക്സഗൺ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഭയങ്കര എയറോഡൈനാമിക് ആയിട്ടാണ് ഈ വാഹനം ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹുഡിലേക്ക് വരാം. ഹുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹുഡാണ്. സാധാരണ നോർമലി കാണുന്ന പോലെ ഈ ഒരു പാറ്റേണിൽ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാതെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഹുഡാണ്. അതിൽ തന്നെ 2 ക്യാരക്ടർ ലൈൻസ് ബോത്ത് സൈഡ്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ലൈൻസ് കുറച്ച് ഹൈറ്റ് കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് എവിടെ വരെ ഉണ്ടെന്ന് അറിയാനായിട്ടാണ് ആ ഒരു പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിലല്ല കൊടുത്തിരിക്കുന്നത്, നമ്മളൊരു ബോട്ട് പോലെ ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോർണർ പോലത്തെ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും അതായത് ബോട്ട് പോലത്തെ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നല്ല രീതിയിൽ എയറിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ എയറോഡൈനാമിക്കിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഒരു വാഹനം ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും നമുക്ക് മോസ്റ്റ്ലി നല്ല മൈലേജ് ഉണ്ടാകും. അതേപോലെ നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇതെല്ലാം എയറോഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നത്. ഇനി ഫ്രോങ്സിൻ്റെ സൈഡ് പോർഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്യാരക്ടർ ലൈൻ ഉണ്ട്. ഇതിനെ പറയുന്നത് ഷോൾഡർ ലൈൻസ് എന്നാണ് പറയുന്നത്. വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഷോൾഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതും എയറോഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ വീലാർച്ചിൻ്റെ മേൽഭാഗം തൊട്ട് എൻഡ് വരെ നമുക്ക് ആ ഒരു കട്ടിങ് ഉണ്ടാവും. അതേപോലെ തന്നെ റെക്ടാങ്കുലർ ആയിട്ടുള്ള വീലാർച്ചുകളാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള സസ്പെൻഷൻ ട്രാവലും ഈ വാഹനത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു SUVയുടെ റിയൽ ഫീല് കിട്ടാനായിട്ട് നമ്മളൊരു മോസ്റ്റ്ലി ഒരു 4x4 ഒക്കെ കാണുമ്പോഴത്തേക്കും അതിന് കിട്ടുന്ന ആ ഒരു വീലാർച്ച് ഷേപ്പാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ഗ്ലാഡിങ്ങോട് കൂടിയിട്ടാണ് ചേർന്നിരിക്കുന്നത്. ദെൻ നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ORVM കൊടുത്തിട്ടുണ്ട്. ORVMൽ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോർമലി ഇതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള സിഗ്മയൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോർഷനിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ അലോയ്സ് ആണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് 16 ഇഞ്ച് അലോയ്സ് ആയിരിക്കും വരുന്നത്. സോ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിലെല്ലാം നമുക്ക് തന്നെ അലോയ്സ് ഉണ്ടാകും. അപ്പം ഇതിന് താഴേക്കുള്ള വേരിയൻറ്റിനകത്ത് അലോയ്സ് ഉണ്ടാവില്ല. ഈ ഒരു മോഡലിൽ നമുക്ക് അലോയ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ടോപ്പ് മോഡലിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡുവൽ ടോൺ അല്ലെങ്കിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഡോറുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഡോറിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ORVM വന്നിരിക്കുന്നത്. ദെൻ ഡോറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് വളരെ വലിപ്പമേറിയ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. സോ മോസ്റ്റ്ലി നല്ല ലെങ്ത് ആയിട്ടുള്ള ഡോറുകൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റും അതേപോലെ തന്നെ എൻട്രൻസും എല്ലാം വളരെ ഈസി ആയിരിക്കും. നമ്മുടെ കാലോ കൈയോ ഒന്നും തട്ടാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടിക്കുള്ളിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഗ്ലാസ് പാർട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിപ്പമേറിയ ഗ്ലാസ് പാർട്ടുകളായത് കാരണം തന്നെ വണ്ടിക്കുള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് വളരെയധികം വലുതായിരിക്കും.
കാരണം ഈ ചെറിയ നമ്മളിപ്പോൾ ഒരു കിയയുടെ സെൽറ്റോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കും വരുന്നത്. സോ നമുക്ക് അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട് ഫീൽ ചെയ്യും. സോ ഇതിനകത്ത് അങ്ങനെയുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ തന്നെ വളരെയധികം കുറവാണ്. റിയറിലെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കൂപ്പേ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ഡോറിലേക്കല്ല വന്നിരിക്കുന്നത്. എന്നാലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗ്ലാസ് പാർട്ട് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്കും കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സഫോക്കേഷനോ അല്ലെങ്കിൽ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കുറയാനായിട്ട് ഈ ഒരു ടെക്നോളജി കൊണ്ട് സാധിക്കുന്നതാണ്. അതിനായിട്ടാണ് ഇവർ കുറച്ച് വലിയ ഗ്ലാസ് പാർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ റൂഫ് റെയിൽസ് ക്യാരി ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 60-80 കിലോഗ്രാം വരെ നമുക്ക് ഈ റൂഫ് റെയിൽസിലൊക്കെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് റിയർ പോർഷനിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കൂപ്പേ ഡിസൈൻ ആയിട്ട് വളരെ സ്ലോപ്ലി ആയിട്ടുള്ള ഒരു ബൂട്ട് ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ബേസ് മോഡൽ തൊട്ടേ നമുക്ക് ഡിഫോഗർ ലൈൻസ് ഉണ്ടാവും. ദെൻ പ്രീമിയം ഫീച്ചർ ആയിട്ടുള്ള ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ദൂരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് അറിയാനായിട്ട്. ദെൻ നമുക്കൊരു ടൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ക്രോം ഫിനിഷ്, ഒരു സിൽവർ ഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലെ പോലെ തന്നെ എടുത്തു പറയേണ്ട ഡിസൈനാണ് ഇതിൻ്റെ റിയറിലെയും പറയുന്നത്. കാരണം റിയറിലെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടാണ് മാരുതി സുസുക്കി ഇവിടെയും കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഏതൊരു പൊസിഷനിൽ നിന്നാലും ഭയങ്കര ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഒരു സബ് 4 മീറ്ററിൽ വരുമ്പോഴത്തേക്കും ഏച്ച് വെച്ചാൽ മുളച്ചിരിക്കുന്ന രീതിയിലുള്ള വണ്ടികളായിരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ക ഒരു ഡിസൈൻഡ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ദെൻ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 308 ലിറ്റേഴ്സ് ആണ്. അത് നമുക്കിവിടെ ഒരു സിംഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതിന് 60-40 സീറ്റ്സ് ആണ് വന്നത്. നമ്മുടെ മാജിക് സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ 60-40 സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മളുടെ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നമ്മളുടെ ബൂട്ടിൻ്റെ സ്പേസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ 3 പേരേ ഉള്ളൂ, നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബൂട്ട് കൂടുതലായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ബൂട്ട് സ്പേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പർ പോർഷനിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിവേഴ്സ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിഫ്ലക്ടർ ലൈൻസ് കാണാനായിട്ട് സാധിക്കും. ഒരു അലൂമിനിയം ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ റിയറിലെ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ റിയർ സീറ്റാണ്. എൻ്റെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ലെഗ് റൂം, അതേപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ലെഗ് റൂം ഉണ്ട്. കാലൊക്കെ നീട്ടി വെച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. അത് നമുക്ക് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയറിൽ 3 പാസഞ്ചേഴ്സിന് നമുക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോസ്റ്റ്ലി തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് റെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി അത് അങ്ങനെയല്ല. ഹെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അതായത് ന്യൂട്ടന്റെ 3ാം ചലന നിയമം എന്നൊക്കെ പറയില്ലേ, എവരി ആക്ഷൻ ഹാവ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് സെയിം റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ വാഹനം ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ മുന്നിലേക്ക് പോകും, ദെൻ നമ്മൾ പിന്നിലേക്ക് വരും. അപ്പോൾ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിന്നിലേക്ക് പോകുന്ന നെക്കിൻ്റെ ഇവിടം വെച്ച് നമുക്ക് ബ്രേക്ക് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് മരണം വരെ സംഭവിക്കാം. അപ്പം അതുണ്ടാകാതിരിക്കാനായിട്ടാണ് മോസ്റ്റ്ലി ഈ പറയുന്ന ഹെഡ് റെസ്റ്റുകൾ മാരുതി വണ്ടികളിൽ അല്ലെങ്കിൽ മോസ്റ്റ്ലി ഉള്ള വണ്ടികളിലെല്ലാം തന്നെ വരുന്നത്. ദെൻ വോൾവോയുടെ ടെക്നോളജി ആയിട്ടുള്ള 3 ELR സീറ്റ് ബെൽറ്റ്സ് ആണ് നമ്മുടെ ഫ്രോങ്സിലും വന്നിരിക്കുന്നത്. അത് 5 പാസഞ്ചേഴ്സിനും സെയിം സീറ്റ് ബെൽറ്റ് ടെക്നോളജി തന്നെയാണ് മാരുതി സുസുക്കിയിൽ വന്നിരിക്കുന്നത്. ധാരാളം യൂട്ടിലിറ്റി സ്പേസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാം. അതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് ചില്ലറ പൈസയോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ 12 വോൾട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെൻട്രൽ ടണലിൽ നമ്മളെ വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. സെൻട്രലിൽ ഇരുന്നാലും നമുക്ക് അത്യാവശ്യം കംഫോർട്ടായിട്ട് തന്നെ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ സെൻട്രലിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഹെഡ് റൂമിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ സീറ്റ് കുറച്ച് ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. 1 ലിറ്റർ ബോട്ടിൽ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഡോർ പാഡിൽ തന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ലോക്കും വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് പോർഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൈ സപ്പോർട്ടിന് ഇതുപോലെ നൽകുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഒരു സീറ്റിൻ്റെ പോർഷൻ ഇവിടം വരെ വരുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ മാറി മാറി ചവിട്ടാനും അതേപോലെ തന്നെ ഒരു ഫുഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ലെഫ്റ്റ് ലെഗ് നമുക്ക് എപ്പോഴും റെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഫുഡ് റെസ്റ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു പോർഷനിൽ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു വിങ് പോർഷനിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടി ഇങ്ങനെ നാടിയാലും നമുക്ക് ഇതിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ഫീല്, അത് നമ്മളൊരു ടൈറ്റ് ചെയ്ത് സീറ്റ് ബെൽറ്റോടെ വന്ന് നമ്മളൊരു ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഫീല്
ആ ഒരു കാര്യത്തിലുമായിരുന്നു നമ്മളൊരു പിന്നിൽ നിന്ന് കയറ്റിപിടിക്കുന്ന പറയല്ലേ, അതുകൂടൊരു ഫീല് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കുറച്ച് ഇൻട്രിഗേറ്റ് ആണ്, പക്ഷേ നമ്മുടെ വിഷ്വലിനെ ബാധിക്കാത്ത രീതിയിൽ, സോ ഒരു ചൈന വൺമതിൽ പോലെയൊന്നും വരാത്ത രീതിയിൽ വളരെ ഡീറ്റെയിലി ചെയ്തിട്ടൊരു സിസ്റ്റം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുമ്പോഴത്തേക്കും ഇത് 7 ഇഞ്ച് ആയിരിക്കും വരുന്നത്. ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും 9 ഇഞ്ച് ആയിരിക്കും വരുന്നത്. ഇതാ ഇവിടെ എല്ലാം കുറച്ച് അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 3 കളേഴ്സ് ഉണ്ടാവും. ഒരു ബ്ലാക്ക്, അലൂമിനിയം, പിന്നെ ബ്രൗണ്, 4 കളേഴ്സ് വരും. ബ്രൗണ്, പിന്നെ ഒരു ലൈറ്റർ ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറും കൂടെ വാഹനത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. സോ കോമ്പിനേഷൻ ഓഫ് ദ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാണ്. ഇത്രയും കളേഴ്സ് ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും വൃത്തികേടില്ലാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മേൽക്കൂര പോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പോയിലർ പോലത്തെ ഒരു ഡിസൈൻ ഇങ്ങോട്ട് അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര സ്പോർട്ടി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു കാർബൺ ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയൽ, അത് നമ്മുടെ എ സിയുടെയൊക്കെ സൈഡിലേക്ക് AC വെൻസിലെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ കാർബൺ ഫൈബറിൻ്റെ ഒക്കെ ഒരു ഫീല് ഞാൻ പറയാം, പക്ക ഒരു സ്പോർട്ടി, അതായത് ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ ഫ്രണ്ട് കൂർത്തിരിക്കുന്ന പോലെ തന്നെ ഡാഷ്ബോർഡ് ഒന്ന് കൂർത്തിരിക്കുന്ന രീതിയിലാണ് മാരുതി സുസുക്കി ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കിതൊരു ഏജിയസ് മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ അന്യായമായ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്ന ആ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഈസിനെസ്, അതായത് നമ്മൾ ഈ ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഒക്കെ യൂസ് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഏജിയസിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ഷിഫ്റ്റിങ്ങിനുള്ള ഒരു ഡിലേ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു ഡിലേ ഒരു 50% ഈ ഒരു വാഹനത്തിൽ കുറവാണ്. കാരണം മോസ്റ്റ്ലി നമ്മളൊരു AMD ടെക്നോളജി ഓടിച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ വണ്ടി എത്രത്തോളം ലാഗ് കുറച്ചാണ്, എത്രത്തോളം റിഫൈൻ ചെയ്താണ് ഈ ഒരു ഗിയർ ബോക്സ് മാരുതി സുസുക്കി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. ദെൻ വാഹനത്തിനുള്ളിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്പോർട്സ് കാറിനുള്ളിലിരിക്കുന്ന ഒരു ഫീലാണ്. ബോണറ്റ് കഴിഞ്ഞ് നമ്മൾ കുറേയധികം പിന്നിലേക്ക് ഇറങ്ങിയാണ് ഈ വാഹനത്തിൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇമ്പാക്റ്റ് വളരെയധികം ദൂരത്തുനിന്ന് വരുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാകും. സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസാണ് ഫസ്റ്റ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ കുറച്ച് റഷായിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ സ്റ്റിയറിങ് അന്നേരം കട്ടി കൂട്ടും. അതിനൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ മോസ്റ്റ്ലി നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഹ്യുണ്ടായിയുടെയൊക്കെ ഗിയർ ബോക്സ് സ്റ്റിയറിങ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്മൂത്ത് ആയെന്നല്ലേ, പക്ഷെ നമ്മളൊരു ഓവർ സ്പീഡ് പോകുന്ന സമയത്ത് ആ സ്മൂത്ത്നെസ് ചിലപ്പോൾ അപകടം വിളിച്ചു വരുത്താം. ഈ ഒരു മാരുതി സുസുക്കി അതിനകത്ത് വരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ പോവുകയാണോ അല്ലയോ എന്നറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കറക്റ്റ് പൊസിഷനിലാണ് സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ടിൽറ്റബിൾ ആണ് ഈ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ടെലിസ്കോപ്പിക്ക് നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ടെലിസ്കോപ്പിക്ക് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് 1 ലിറ്റർ ടർബോയിലായിരിക്കും അതുണ്ടാകുന്നത്. ദെൻ ഇതിൻ്റെ ഗിയർ ബോക്സ് ഞാനിപ്പോൾ ഓടിക്കുന്നത് ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണ്. ഇപ്പം നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ജസ്റ്റ് ആക്സിലേറ്ററിൽ ഒരു ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്ത് അടുത്ത ഗിയറിലേക്ക് വാഹനം തന്നെ ഷിഫ്റ്റ് ചെയ്തോളും. അതേപോലെ തന്നെ ഡൗൺ ചെയ്ത് നമ്മളെ പെട്ടെന്ന് ക്വിക്കറായിട്ടുള്ളൊരു ആക്സിലറേഷൻ ഈ വണ്ടി തരുകയും ചെയ്യും. സോ ദെൻ ഇതിനകത്ത് നമുക്ക് 2 ടാക്കോമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് RPM ഒന്ന് സ്പീഡോമീറ്ററും. ദെൻ അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു TFT സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അതായത് ആക്ച്വലി വണ്ടിയുടെ ഗിയർ എത്രയാണ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഉള്ള ഒരു TFT സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ദെൻ ഡാഷ്ബോർഡിൽ നമുക്ക് കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടും. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്, നമ്മൾ ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷനിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 3ാമത്തെ ഗിയറിലേക്ക് വണ്ടി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു ഹസാർഡ് ലൈറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിലാണ് ഹസാർഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഹസാർഡിൻ്റെ ഉപയോഗമല്ല 4 വരി പാതയിൽ 4 റോഡുകളെ ക്രോസ് ചെയ്ത് പോകാനായിട്ടല്ല, നമുക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി നമ്മുടെ വാഹനത്തിന് ഓടാൻ പറ്റാത്ത കണ്ടീഷനാണ്, അങ്ങനെയുള്ള ടൈമുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാക്ഷൻ വണ്ടിയുടെ ഓഫ് ആകും. അത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതിന് താഴെയായിട്ട് ഓട്ടോ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് വണ്ടി ഏതെങ്കിലും ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. ഓട്ടോമാറ്റിക്കലി ഓഫായിട്ട് നമ്മൾ നെക്സ്റ്റ് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ടായി ഓടാനായിട്ട് തുടങ്ങും. അത് ഡിഫോൾട്ടിൽ ഓൺ ആയിരിക്കും. നമുക്കത് ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് കയറുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഓഫ് ചെയ്തിടാൻ പറ്റും. അതിന് തൊട്ട് സൈഡിലായിട്ട് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ എക്കണോമിയാണ്. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം നമ്മൾ ഈ വണ്ടിയുടെ AC ഇട്ട് കിടന്നാൽ പോലും ഈ വാഹനത്തിന് 15 കിലോമീറ്റേഴ്സ് മൈലേജ് ഉണ്ടാവും. അത് വേറൊരു വാഹനത്തിനും നൽകാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ മാരുതി സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇവരുടെ 1.2 എഞ്ചിൻ ഒരിക്കലും ലാഗ് ആണെന്ന് ആർക്കും പറയത്തില്ല, അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു വണ്ടിയാണെന്ന് ആരും പറയത്തില്ല. കാരണം ഇവരുടെ K സീരീസ് എഞ്ചിൻസ് എല്ലാം തന്നെ പക്ക ഭയങ്കര റിഫൈൻഡും അതേപോലെ തന്നെ മോസ്റ്റ്ലി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻസുമാണ്. അപ്പോൾ ഇത് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ 1 ലിറ്റർ ടർബോ വരുമ്പോഴത്തേക്കും 3 സിലിണ്ടർ ആണ് വരുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു വാഹനം കയറ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്. ഇത് കേമാണി സാറിൻ്റെ ബൈപ്പാസ് റോഡാണ്. അപ്പം ഈ ഒരു കയറ്റത്തിൻ്റെ പകുതിക്ക് കൊണ്ട് നമ്മൾ ഈ വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിൽ ഹോൾഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ വാഹനം പിന്നിലേക്ക് ഇറങ്ങി വരില്ല, 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഫുള്ള് ബ്രേക്ക് ചവിട്ടി, ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുകയാണ്. സോ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് വണ്ടി ഹോൾഡ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷമാണ് വണ്ടി പിന്നിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയത്. സോ നമുക്ക് ആക്സിലറേറ്റർ കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനുള്ള ടൈം വരെ ഉണ്ടായിരുന്നു. ടൈം പീരീഡ് വളരെയധികം മാരുതി തരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ കൺട്രോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലിയ വളവുകളോ കാര്യങ്ങളോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വാഹനം വളരെ ഈസി ആയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക. കാരണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതേപോലെയാണ് മാരുതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 5ാമത്തെ ഗിയറിലാണ് ഈ വാഹനം പോകുന്നത്. നെക്സ്റ്റ് കയറ്റത്തിലേക്ക് വണ്ടി കയറുകയാണ്. 80 കിലോമീറ്റേഴ്സ് വണ്ടി കഴിഞ്ഞു. 80 കിലോമീറ്റർ വണ്ടി സ്പീഡിൽ എത്തി വണ്ടി. കാരണം വളരെ ക്വിക്കറായിട്ടൊരു 80 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തി. അതേപോലെ തന്നെ ഇപ്പോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അത്രയും റിഫൈൻ ചെയ്തിട്ടാണ് ഈ ഗിയർ ബോക്സ് മെക്കാനിസം വന്നിരിക്കുന്നത്. ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു മോഡലിനകത്ത് റിവേഴ്സ് ക്യാമറ ഉണ്ടാവില്ല. റിവേഴ്സ് ക്യാമറ നമ്മൾ അഡീഷണലി ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വേരിയൻ്റ് വരുമ്പോഴത്തേക്കും പക്ഷേ ഒരു 5000-6000 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ റിവേഴ്സ് ക്യാമറ ഇവർ ചെയ്തു തരും. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഹാൻഡ് ഫ്രീ കോളിംഗ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് സിസ്റ്റം എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. ദെൻ ബേസ് മോഡൽ തൊട്ട് തന്നെ വാഹനത്തിന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC കൊടുത്തിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീച്ചറാണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചർ വണ്ടിക്കുള്ളിൽ നിലനിർത്തുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെറ്റർ മൈലേജ് ഒക്കെ കിട്ടും. നമുക്കിപ്പോൾ ഒരു വണ്ടി കയറിയ ഉടനെ തന്നെ നമ്മളൊരു 18 നല്ലതുപോലെ കൂളിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 24 ഇട്ട് കഴിഞ്ഞാൽ AC കൂളിംഗ്, നല്ല ഫ്യൂവൽ എഫിഷ്യൻസി എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ AC വെൻറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ഒരു മിനി കൂപ്പറിൻ്റെ ഒക്കെ പോലെ അത്യാവശ്യം നല്ല സ്റ്റൈൽഡായിട്ട് സമയം എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹിൽ ഹോൾഡ് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, മാരുതിക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇപ്പം ഈ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ദെൻ നമുക്ക് USB ചാർജിങ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്, 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വണ്ടിക്കകത്ത് വരുന്നുണ്ട്. സോ ഇതിനകത്തൊരു 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. AMD ഗിയർ ബോക്സ് ആണ്. സോ AGS ഗിയർ ബോക്സ്. ദെൻ ഇതിൻ്റെ സസ്പെൻഷനിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പക്ക സസ്പെൻഷനാണ്, നല്ല സ്റ്റിഫായിട്ടുള്ള, എന്നാൽ അത്ര ഓവറായിട്ടുള്ള സ്റ്റിഫി അല്ലാത്ത ഒരു സസ്പെൻഷനാണ് വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അത് വണ്ടി കട്ടറിൽ ചാടുന്നുണ്ട് എന്ന് നമ്മൾ അറിയത്തില്ല, പക്ഷേ വണ്ടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അത്രയും സ്മൂത്തറായിട്ടുള്ള ഒരു സസ്പെൻഷൻ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി, നമ്മളൊരു കോർണർ എടുക്കുന്ന സമയത്ത് ഇത്രയും സ്റ്റിഫലി നിൽക്കുന്ന കാരണം വണ്ടി പക്കയായിട്ട് കോർണറൊക്കെ ചെയ്ത് വരും. നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു U-ടേൺ ഒക്കെ കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോകാതെ സ്മൂത്തായിട്ട് നമുക്ക് തിരിച്ചിങ്ങ് എടുത്തുകൊണ്ട് വരാനായിട്ട് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു പ്രിസ്മാറ്റിക് IRVM കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്വിച്ചബിൾ ആണ്, ഓട്ടോമാറ്റിക് അല്ല, സ്വിച്ചബിൾ ആയിട്ടുള്ള പ്രിസ്മാറ്റിക് IRVM കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടിനെ ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ദെൻ കോ ഡ്രൈവറിനൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈവർക്ക് ലിപ്സ്റ്റിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പ്യൂർലി മാൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ഹാൻഡിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മാനുവലി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ക്ലച്ച് ഔട്ട് ഗിയർ ഇടുന്ന പോലെ തന്നെ 3ാമത്തെ ഗിയറിലേക്ക് ഇട്ടു, കാല് കൊടുത്ത് കയറുന്നു, 4ാമത്തെ ഗിയർ വീണു, 5ാമത്തെ ഗിയറിലേക്കും പുഷ് ചെയ്തിട്ടിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ട് ഗിയറൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കൺട്രോൾ ഭയങ്കരമാണ്. നമുക്ക് വണ്ടി വിചാരിക്കുന്നിടത്തോക്കി നമ്മുടെ കൂട്ടത്തിൽ വണ്ടി എത്തും. അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. സസ്പെൻഷൻ ലോങ് പോകാനായിട്ട് അടിപൊളി വണ്ടിയാണ്. സസ്പെൻഷനൊക്കെ പക്കയാണ്. ദെൻ നമുക്കിതൊരു മാനുവലി മോഡിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ മാനുവലി ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു മാനുവൽ മോഡിലേക്ക് നമുക്കിത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ ഗിയേഴ്സ് നമുക്ക് ഡൗൺ ചെയ്യാം, അതേപോലെ തന്നെ അപ്പും ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വണ്ടിയെ കൺട്രോൾ ചെയ്ത് ഓടിക്കാം. ദെൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി ഗിയേഴ്സ് ഡൗൺ ചെയ്തോളും. നമ്മൾ ഡൗൺ ചെയ്തില്ലെങ്കിലും വണ്ടി ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ചെയ്തോളും. സോ മാനുവലിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ഈ പറയുന്ന ഫസ്റ്റ് ഗിയറെ തന്നെ വണ്ടി ഭയങ്കരമായിട്ട് എരപ്പിച്ചിട്ട് അങ്ങനെയുള്ളൊരു പെർഫോമൻസ് അല്ല ഞാൻ നോക്കുന്നത്. വണ്ടിയുടെ സ്റ്റെബിലിറ്റി നോക്കാം. അതേപോലെ തന്നെ 3ാമത്തെ 4ാമത്തെ ഗിയറിൽ RPM വണ്ടി പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി എടുക്കുന്ന പിക്കപ്പ് എങ്ങനെയാണ്. കാരണം നമുക്ക് ഈ 1-ലും 2-ലും നമ്മളോ ശരിക്കും പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്തില്ല. നമ്മുടെ യൂസ്ഫുൾ ഗിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4 അതിലൊക്കെ ആയിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നത്. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മൾ പതിയെ ലോഞ്ച് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുകയാണ് വണ്ടി. നോർമലി നമ്മൾ ഒരാൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടി വന്നു.
തേർഡ് ഗിയറിലേക്ക് വണ്ടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് പതിയെ നമുക്ക് ഗ്രാജുവലി ഒന്ന് ആക്സിലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രാജുവലി ആക്സിലേഷൻ കൊടുത്ത് വണ്ടി 60 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തി. അപ്പം 4ാമത്തെ ഗിയർ വന്നിട്ടുണ്ട്. 4ാമത്തെ ഗിയറിന് ഞാനൊന്ന് ശരിക്കും ആഞ്ഞൊന്ന് ചവിട്ടി കൊടുക്കുവാണ്. അപ്പം 3ാമത്തെ ഗിയറിലേക്ക് വണ്ടി ഷിഫ്റ്റ് ആയിട്ട് ഇത് കണ്ടോ, വണ്ടി പിക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ തന്നെ അതിശയിപ്പിച്ചോളാം. ഭയങ്കര ഒരു കൺട്രോൾ. 100 കിലോമീറ്ററിന് മേളിലേക്ക് വണ്ടി വന്നു. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് ചെയ്ത് കാണിച്ചാൽ എന്ത് സ്മൂത്ത് ആയിട്ടാണ്. നമ്മൾ കയറുന്ന പെർഫോമൻസ് പോലെ തന്നെയാണ് വണ്ടി ഇറങ്ങിയും വരണം. കയറിയതുപോലെ ഇറങ്ങണമെന്ന് പറയില്ലേ, അതേപോലെ തന്നെ. അപ്പം നമ്മൾ 100-ൽ എങ്ങനെ കയറുന്നോ അതേ വേഗത്തിൽ തന്നെ നമ്മൾ, അല്ലെ അതിനേക്കാൾ വേഗത്തിൽ നമ്മൾ 0-ൽ എത്താനായിട്ട് പറ്റണം. എന്നാലേ വണ്ടിയുടെ കൺട്രോൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഓട്ടോറിക്ഷ ഇവിടുന്ന് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യണം, ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ആ വരുന്ന ഗ്രാജുവലി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കയറി അങ്ങ് പൊക്കോളും വണ്ടി. ഇനിയിപ്പം നമുക്ക് അവിടുന്ന് പറ്റുന്നില്ല എന്നെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗിയർ ഡൗൺ ആയിക്കോളും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി ഈ വണ്ടിയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാനാണ്. കിട്ടാവുന്ന മാക്സിമം ഓഫേഴ്സ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ ബൈ.